യുനാനിയിലെ സ്കിന്നിന്റെ വിഷയത്തിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി തന്നെ വ്യത്യസ്തമാണ്. ഓക്കെ. പല സ്കിൻ ഡിസീസുകളും സ്കിന്നിന്റെ അസുഖമല്ല, പലരും ധരിച്ചിരിക്കുന്നത് ഒരു ചർമ്മരോഗമായിട്ടാണ്. അപ്പൊ ചർമ്മരോഗത്തിന് പൊതുവെ ഒരു പുറത്ത് അപ്ലൈ ചെയ്യുന്ന ഒരു ക്രീമും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റീറോയിഡോ ആന്റിബയോട്ടിക്കോ മാത്രമാണ് ഇപ്പോഴത്തെ ഒരു മെത്തേഡ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യുനാനിയില് നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള പല ഓർഗാൻസിന്റെയും മാനിഫെസ്റ്റേഷൻ ആയിട്ട് അതിനുള്ള വീക്ക്നെസ്സോ മറ്റൊക്കെ ആയിട്ട് ആണ് സ്കിൻ ഡിസീസുകൾ കൂടുതൽ വരുന്നത്. അതിൽ പ്രധാനമായിട്ടും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. ഇപ്പോൾ നമ്മൾ കൂടുതലും ക്രോണിക് ആയിട്ടുള്ള സ്കിൻ ഡിസീസ് അല്ലാതൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. ഇപ്പോൾ ല്യൂക്കോഡർമ ആയാലും സോറിയാസിസ് ആയാലും എക്സിമ ആയാലും പല കണ്ടീഷൻസ്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ബോഡിയിൽ വരുന്ന ഇംബാലൻസ് ആണ്. യുനാനി കൺസെപ്റ്റ് അനുസരിച്ച് യുനാനിലൊരു ഫോർ ഹ്യൂമർ തിയറി ഉണ്ട്. അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ കഫം, പിത്തം, വാദം, രക്തം ഇങ്ങനെയുള്ള. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസ് നമ്മുടെ ബോഡിയിലുണ്ടാവും. അപ്പോൾ അതിലുള്ള വ്യതിയാനം അത് ഡിസോർഡറിലേക്ക് പോവുകയും അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് യുനാനിൻ്റെ ഒരു മെത്തേഡ്. പിന്നെ ഏത് ഓർഗാൻസ് ആണോ വീക്കായിട്ടുള്ളത് അതിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള മെഡിസിനുകളും കാര്യങ്ങളും ഫുഡൊക്കെ റെക്കമെൻഡ് ചെയ്യും.